ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് സെന്റൻസസ് ആണ്. ഇംഗ്ലീഷിൽ തന്നെ 4 ടൈപ്പ് സെന്റൻസസ് ആണ് വരുന്നത്. അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ആൻഡ് ഇമ്പരറ്റീവ് സെന്റൻസസ്. ഇനി സെന്റൻസ് എന്ന് പറഞ്ഞാല് എ സെന്റൻസ് ഓൾവേസ് ഹാസ് എ വേർബ് ആൻഡ് ബിഗിൻസ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ഒരു സെന്റൻസ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അതിൽ നിന്നുണ്ടായിരിക്കും എപ്പോഴും ഒരു വെർബ് ഉണ്ടായിരിക്കും. ഇനി ഡിക്ലറേറ്റീവ് സെന്റൻസ് ഓൾവേസ് എൻഡ്സ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. ഡിക്ലറേറ്റീവ് സെന്റൻസ് എപ്പോഴും ഫുൾ സ്റ്റോപ്പിലായിരിക്കും അവസാനിക്കുന്നുണ്ടാവുക. ഒരു സ്റ്റേറ്റ്മെന്റ് രൂപേണയുള്ള സെന്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയാ, ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. ഇനി an interrogative sentence always ends with question mark. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാല് ചോദ്യരൂപേണയുള്ള സെന്റൻസസിനെയാണ് നമ്മൾ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയാ. അതെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും അവസാനിക്കുക. An exclamatory sentence always ends with exclamation mark. ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് എപ്പോഴും ഒരു എക്സ്ക്ലമേഷൻ മാർക്കിലായിരിക്കും അവസാനിക്കുക. We use words such as oh, alas, ouch, oops, wow, yay. These words are called interjunctions. അപ്പൊ നമ്മൾ ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസസിൽ കാണുന്നതാണ് ഈ ഓ, അലസ് എന്ന് പറയുന്ന ആ വേർഡ്സ് ഒക്കെ. ആ വേർഡ്സുകളെ പറയുന്ന പേരാണ് interjunctions എന്ന്. A sentence that gives command or request is an imperative sentence. ഒരു സെന്റൻസ് ഒരു കമാൻഡോ അല്ലെങ്കിൽ റിക്വസ്റ്റോ ആയിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ അതിന് നമ്മൾ ഇമ്പരറ്റീവ് സെന്റൻസ് എന്നാണ് പറയാ. ആൻഡ് ഇറ്റ് യൂഷ്വലി എൻഡ്സ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. ഇമ്പരറ്റീവ് സെന്റൻസ് എപ്പോഴും ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നതായിരിക്കും. Sentences start with the verbs are imperative sentences. അതായത് imperative sentences വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസുകളാണെങ്കിൽ അവ imperative sentence ആയിരിക്കും. ഇനി ഇത് ഞാനൊരു ബോക്സ് ആയിട്ട് തന്നിരിക്കുകയാണ്. നമുക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാമിന്റെ ടൈമിലൊക്കെ ഈ ഒരു ബോക്സ് പെട്ടെന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഓക്കെ, ഡിക്ലറേറ്റീവ് സെന്റൻസ് gives information ends with full stop. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇനി ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ രൂപേണയുള്ളതാണെങ്കിൽ, ക്വസ്റ്റ്യൻ രൂപേണയുള്ള സെന്റൻസ് ആണെങ്കിൽ അത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അത് ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും അവസാനിക്കുക. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇമ്പരറ്റീവ് സെന്റൻസ് gives a command, request, order or wish. ഇമ്പരറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ അതൊരു കമാൻഡോ റിക്വസ്റ്റോ ഓർഡറോ അല്ലെങ്കിൽ വിഷോ ആയിരിക്കും. ഇനി imperative sentence start with a verb. വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസസ് imperative sentences ആണ്. Please, kindly, let us, etc. ഓക്കെ, പ്ലീസ്, കൈൻഡ്ലി, ലെറ്റ് us എന്നിവയിൽ തുടങ്ങുന്ന സെന്റൻസും എന്ത് തന്നെയാണ്, imperative സെന്റൻസ് തന്നെയാണ്. ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. imperative സെന്റൻസ് ഫുൾ സ്റ്റോപ്പിലായിരിക്കും അവസാനിക്കുക. അതിന് 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇനി exclamatory sentence shows a strong feeling or excitement, etc. It always ends with a full stop അല്ല, എക്സ്ക്ലമേഷൻ മാർക്ക് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഒരു 4 ടൈപ്പ് സെന്റൻസസ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ ശ്രീദേവ് ഈസ് പ്ലേയിങ് ഫുട്ബോൾ. അപ്പൊ ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപേണയുള്ള സെന്റൻസ് ആണ്. അപ്പൊ ഇത് ഏത് ടൈപ്പ് സെന്റൻസാ, ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഇനി വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ ഇറ്റ് ഈസ്. അപ്പൊ നമ്മളിവിടെ നോക്കൂ, എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സെന്റൻസിനെ നമ്മൾ എന്ത് പറയാ, എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. ഇനി പ്ലീസ് ഹാവ് എ സീറ്റ്. അപ്പൊ ഇതെന്താണ്, ഇതൊരു റിക്വസ്റ്റ് പോലെയാണ് അല്ലെ. റിക്വസ്റ്റ് പോലെയുള്ള അങ്ങനെയുള്ള സെന്റൻസുകളെ നമ്മൾ എന്താ പറയാ, ഇമ്പരറ്റീവ് സെന്റൻസസ്. ഇനി വേർ ഡു യു വാണ്ട് ടു ഗോ. ഇത് ഒരു ക്വസ്റ്റ്യൻ രൂപേണയുള്ള ഒരു സെന്റൻസ് ആണ്. അത് എന്തിലാണ് അവസാനിക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സെന്റൻസിന് നമ്മൾ എന്താ പറയാ, ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇതിന്റെ പാർട്ട് 2 വീഡിയോ ഇനി അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ.